കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, നമ്മുടെ നിയമങ്ങൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഇത്രയുമേ ചെയ്യത്തുള്ളൂ. ഒന്നെങ്കിൽ നമ്മളെ ജയിലിൽ കൊണ്ടിടും, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിഗണനയുടെ പേരിൽ നമുക്ക് എത്രയും വേഗം പുറത്തിറങ്ങാമെന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ നിയമം ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇത്ര നാൾ ജയിലിൽ കിടന്നാലും സുഖമായിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാം എന്നൊരു തോന്നൽ മനസ്സിലുള്ളത് കൊണ്ടാണ് ഓരോ ആൾക്കാർക്കും തെറ്റ് ചെയ്യാൻ തോന്നുന്നത്. അങ്ങനത്തെ ഒരു നിയമമാണോ നമുക്ക് വേണ്ടത്? ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് മറ്റൊരാൾക്കും തെറ്റ് ചെയ്യാൻ തോന്നാത്ത തരത്തിൽ നമ്മുടെ നിയമങ്ങൾ മാറണം. അത് നമ്മൾ കുറച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുകൊണ്ടോ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികൾ ഇട്ടതുകൊണ്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടോ മാറുന്നതല്ല നമ്മുടെ നിയമം. അതിനുവേണ്ടി നമ്മൾ ശക്തമായി പോരാടുക തന്നെ ചെയ്യണം. ഇനിയൊരു കുട്ടിയും കാരണം അറിയാതെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കാരണം അറിയാതെ നമുക്ക് കൊല്ലാൻ തോന്നുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ശക്തമായി നിലകൊള്ളണം. നമ്മൾ കാണുന്നതാണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന്. സഹപാഠിയെ കുത്തി നോവിക്കാൻ ഒരു മടിയും കാണിക്കാത്ത നമ്മുടെ തലമുറ ഇതെങ്ങോട്ടാണ് പോകുന്നത്? അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളും കൂടെ മാറിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു തലമുറയ്ക്ക്, ഇനി നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ മാത്രം നമ്മൾ വിഷമിക്കാതെ കൂടെയുള്ളവരും ചുറ്റുമുള്ളവരും നമ്മുടെ കൂടപ്പിറപ്പുകളാണെന്ന് വിശ്വസിച്ച് അവർക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. വീട്ടിൽ വന്ന് കൊല്ലുമ്പോൾ മാത്രം അതിനെ പേടിക്കാതെ മറ്റെല്ലാത്തിനെയും നമ്മൾ പേടിച്ച് ഇതിനുവേണ്ടി നമ്മൾ ശക്തമായി മുന്നോട്ടിറങ്ങുക. ഒരിക്കലും ഇങ്ങനെ ഒരിട നമ്മുടെ സമൂഹത്തിൽ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ശക്തമായി പോരാടാം.